Hello friends, welcome back to a new video of Jasira's Journey. അപ്പോൾ ഇന്നത്തെ ദിവസം തുടങ്ങിയാലോ. അപ്പോൾ ഇന്ന് നമുക്ക് നാട്ടിലേക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. സോ അതുകൊണ്ട് നമ്മളിന്ന് പണിയൊക്കെ നേരത്തെ കഴിഞ്ഞിട്ട് ഉച്ചയാകുമ്പോഴേക്കും നമ്മൾ നാട്ടിലേക്ക് പോകണം. അപ്പോൾ വേസ്റ്റ് എടുക്കാനുള്ള ആൾക്കാർ വന്ന് വേസ്റ്റൊക്കെ കൊണ്ട് കളഞ്ഞ് ഇന്ന് രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിനുള്ള പണി തുടങ്ങി. സോ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പറയുന്നത് ഇഡ്ഡലി സാമ്പാർ ചട്നി, നല്ല ലഘുവായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ്. സോ അതിൻ്റെ പണിയിലാണ് ഞാൻ. എൻ്റെ സാമ്പാർ എന്ന് പറയുന്നത് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു സാമ്പാറാണ്. ചിലപ്പോൾ വെജിറ്റബിൾസ് ഇടും, ചിലപ്പോൾ വെജിറ്റബിൾസ് ഇട്ടില്ല. ഇന്ന് ഞാൻ വെജിറ്റബിൾസ് ഇടാത്തൊരു ഈസി ആയിട്ടുള്ളൊരു സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ പറയണേ, ഞാൻ അത് വേറൊരു വീഡിയോ ആയിട്ട് ഇടാം. പിന്നെ ചട്ടിക്കുള്ളതൊക്കെ ശരിയായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ എണീച്ച് അവിടെ വന്ന് നിൽക്കുക. പക്ഷേ ആ ആൾക്ക് വിസിൽ പേടിയാണ് കുക്കറിൻ്റെ. അത് അടുപ്പിലിരിക്കണതിൻ്റെ സൗണ്ട് കേട്ടിട്ട് കിച്ചണിൻ്റെ ഉള്ളിലേക്ക് വരാണ്ട് ഡൈനിങ് ഹാളിൽ തന്നെ നിന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ പോയി എടുത്തിട്ട് വന്നു. പിന്നെ ചട്നിയൊക്കെ അരച്ച് വെച്ചു. ചട്നീൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് നെയ്ഹാനെ പല്ല് തേപ്പിക്കാൻ പോയി. പിന്നെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് നിങ്ങളുടെ അടുത്തൊക്കെ. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? എൻ്റെ ഈ ഡേ ഇൻ മൈ ലൈഫും ഞാൻ ഇടുന്ന പല പല വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? ഇഷ്ടമുണ്ടെങ്കിൽ കമൻറ്റിലൊരു റെഡ് ഹാർട്ട് ഇടണേ. മറക്കല്ലേ, കമൻറ്റിൽ റെഡ് ഹാർട്ട് ഇടണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ. പിന്നെ നമ്മൾ ഇഡ്ഡലിയൊക്കെ ഒഴിച്ച് വേവിക്കാൻ വെച്ചു. പിന്നെ ഉണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ അപ്പം തന്നെ കഴുകിയെടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് പാത്രമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ക്ലീനിങ് പരിപാടിയിലേക്ക് പോയി. അടിച്ചു വാരി, പൊടി തട്ടാനുള്ള അവിടെയൊക്കെ പൊടി തട്ടി അടിച്ചു വാരി. പിന്നെ നിങ്ങൾക്ക് എങ്ങനത്തെയൊക്കെ വീഡിയോസ് വേണ്ടത്, അതായത് എൻ്റെ വ്യൂവേഴ്സിന് എങ്ങനത്തെയൊക്കെ വീഡിയോസ് വേണ്ടത് എന്നൊന്ന് കമൻറ്റിൽ പറയണേ. ഇന്ന് അടിച്ചു വാരിയാൽ മാത്രം മതി. ഇന്നലെ തന്നെ തുടയ്ക്കലും തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. സോ ഇന്ന് അടിച്ചു വാരൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ അടിച്ചൊക്കെ വാരി കഴിഞ്ഞിട്ട് കൈയൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഇഡ്ഡലിയൊക്കെ ഒന്ന് വെന്തോന്നൊക്കെ നോക്കിയിട്ട് അതിനെയൊക്കെ ഒരു ഹോട്ട് ബോക്സിലേക്ക് മാറ്റി വെച്ചു. പിന്നെ കിച്ചണിലുണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റിനെയൊക്കെ എടുത്തിട്ട് ഡൈനിങ് ഹാളിലേക്ക് കൊണ്ടുവച്ചു. എന്നിട്ട് നെയ്ഹാക്ക് ഭക്ഷണം കൊടുക്കാൻ പോയി. നെയ്ഹാക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാനും ഇക്കയൊക്കെ കഴിച്ചതിന് ശേഷം ആ കഴിച്ച പാത്രമൊക്കെ കൈയോടെ തന്നെ കഴുകി വെച്ച് കിച്ചൺ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ട് കുറച്ച് നേരം, ഇത്രയും നേരം പണിയെടുത്തതല്ലേ, കുറച്ച് നേരം റെസ്റ്റ് എടുക്കാനായിട്ട് പോയി. കുറച്ച് നേരം ടി വി നോക്കി, ഫോൺ നോക്കിയിട്ട് റെസ്റ്റ് എടുക്കാനായിട്ടിരുന്നു. പിന്നെ ഞങ്ങൾ 3 പേരും കൂടിയിട്ട് കാറ് കഴുകാനായിട്ട് പോയി. നെയ്ഹാൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മെസ്സിയായിട്ട് കിടന്ന കാറിന് ഞങ്ങൾ ക്ലീനപ്പ് ചെയ്യാൻ പോയി. കാറൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും, ഞാനും നെയ്ഹാൻ കുളിക്കാനായിട്ട് പോയി. കുളിച്ചൊക്കെ വന്നതിന് ശേഷം നെയ്ഹാക്ക് ഡ്രസ്സൊക്കെ മാറിക്കൊടുത്ത് തല ചീകാനായിട്ടിരുന്നു. അപ്പോൾ എങ്ങനെയുണ്ട്, നിങ്ങൾ തന്നെ പറ എൻ്റെ കലാവിരുത്. നെയ്ഹാനെ റെഡിയാക്കിയതിന് ശേഷം ഞാൻ റെഡിയാക്കാനായിട്ട് പോയി. എല്ലാ മേക്കപ്പൊക്കെ ചെയ്തിട്ട് ഷോള് ചുറ്റിക്കെട്ടാനായിട്ട് നിന്നു.
പിന്നെ റെഡിയായി കഴിഞ്ഞതിനൊക്കെ ശേഷം ഇക്ക കുളിച്ച് വന്ന് റെഡിയായി കഴിയുന്നത് വരെ ഞങ്ങൾ കുറച്ച് നേരം പ്രഹസനമൊക്കെ നടത്തി. ഞങ്ങൾ ഫോണിൽ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് പ്രഹസനമൊക്കെ നടത്തി കഴിഞ്ഞിട്ട് ഞങ്ങൾ 3 പേര് റെഡി ആയിട്ട് കാറിൽ കയറാൻ പോയി. കാറിൽ കയറിയിട്ട് നേരെ കൊടുവയലിലോട്ട്, എൻ്റെ വീട്ടിലോട്ട്. പിന്നെ ഞങ്ങളുടെ 2 പേരുടെയും ചെരുപ്പ് കണ്ടോ, എൻ്റെ നേഹാൻ്റെയും. അങ്ങനെയുണ്ട് കാണാനായിട്ട്. ഇക്ക തായ്ലാൻഡ് പോയിട്ട് വന്നപ്പോൾ വാങ്ങിക്കൊണ്ട് വന്നതാണ്. ഇനി കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പിന്നെ കാണിച്ചു തരാവേ. അപ്പോൾ ഞങ്ങൾ വേഫിൾസൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാട്ടൊക്കെ പാടിയിട്ട്. അപ്പോൾ നമ്മൾ കൊടുവായൂരൊക്കെ എത്തിയിട്ട് നേരെ ഭക്ഷണം കഴിക്കാൻ പോയി. ഇക്ക ഭക്ഷണം കഴിക്കാൻ പോയി. ഞാൻ നേഹ കൊടുത്തതിന് ശേഷം നല്ല ബിരിയാണി, റാവുത്തർ ദം ബിരിയാണിയും ചിക്കൻ ഫ്രൈയും തൈര് ചട്നിയൊക്കെ കൂട്ടിയിട്ട് നല്ല കുശാലായിട്ടൊരു ഊണ് കഴിച്ചു. പിന്നെ നമുക്കിവിടെ ഒരു പുറത്ത് പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അതൊക്കെ പോയി കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു 6 മണിയാകുന്ന സമയത്ത് തൻ്റെ അടുത്തും ഉമ്മാൻ്റെ അടുത്തൊക്കെ ബൈ ഒക്കെ സലാമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ എൻ്റെ നാട്ടിൽ വെച്ചൊരു സൺസെറ്റൊക്കെ കണ്ടു. അടിപൊളിയായിരുന്നു ആ ഒരു ക്ലൈമറ്റും ആ ഒരു സമയവും. പിന്നെ വരുന്ന വഴിക്ക് തണ്ണിമത്തം കണ്ടിട്ട് ടെംപ്റ്റായിട്ട് അതും വാങ്ങി. പിന്നെ കുറച്ച് എണ്ണക്കടികളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് കോയമ്പത്തൂരിലേക്ക് വന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും മസ്സലാമ. Bye guys. Bye guys. Love you. Love you.